ഇന്നലെ ചെടിയിൽ നിന്നും തനിയെ വീഴുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച മസ്ക് മെലൺ ഇന്നും വിട്ടുപോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അടുത്ത് നിന്ന മെലണും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും രണ്ടും കൂടി നാളെ ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മസ്ക് മെലന്റെ ഈ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വളർത്തുന്നത്. വേറെ 2 വെറൈറ്റീസ് ഇതിനു മുൻപുള്ള വർഷങ്ങളിലൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇതിന്റെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഇതിന് വെബിങ് ഇല്ല കേട്ടോ. ഇത് ഈ ഒരു മസ്ക് മെലൻ നോക്കിയേ, അതിന്റെ പുറത്തുള്ള സ്കിൻ നോക്കൂ. അതിൽ കണ്ടില്ലേ, ആ ഒരു പാറ്റേൺ ആണ് വെബിങ് എന്ന് പറയുന്നത്. നല്ലവണ്ണം പഴുത്ത് ഹാർവെസ്റ്റ് ചെയ്യാൻ പാകമാകുമ്പോൾ വെബിങ് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് വിളവെടുക്കാവുന്നതാണ്. ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇതിന്റെ നോക്കിയേ, സ്കിന്നിൽ വെബിങ് ഉണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു വെറൈറ്റി ഞാൻ കഴിഞ്ഞ വർഷം വളർത്തിയതാണ്. അതിന്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഈ ഒരു മസ്ക് മെലണും കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അതിന്റെ വെയിറ്റ് കണ്ടില്ലേ, 1.6 kgs ഉണ്ടായിരുന്നു കേട്ടോ. ഈ 3 വെറൈറ്റീസിന്റെ വിത്തുകൾ ഞാൻ വാങ്ങിയത് organicbazaar.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്കും അതിന്റെ വിത്തുകൾ വാങ്ങിച്ച് വളർത്താവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നാളെ വിളവെടുക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.